വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിവാഹത്തിന് പോയതിനു ശേഷം മടങ്ങി വരുന്ന ഒരു വീട്ടുടയവൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പുനരാഗമനത്തിനായി ഒരുങ്ങിയിരിക്കുന്നതിന് പ്രബോധിപ്പിക്കുന്ന തിരുവചനമാണ് ലൂക്കോസ് 12:35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. വീടിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദാസന്മാർ വീട്ടുടയവൻ്റെ അഭാവത്തിൽ വീട് കാവൽ ചെയ്യുകയും അടിച്ചുവാരി വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തു. ദാസന്മാർ യജമാനൻ്റെ വരവിന് വേണ്ടി ജാഗ്രതയോട് കാത്തിരുന്നു. യജമാനൻ വരുന്ന സമയം അറിയില്ല. എപ്പോൾ യജമാനൻ വന്നാലും വീട് തുറന്ന് കൊടുക്കണം, വീട് വൃത്തിയായിരിക്കണം. യജമാനൻ വീട് വിട്ട് കല്യാണത്തിന് പോയി എന്നത് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനെ സൂചിപ്പിക്കുന്നു. സ്വർഗാരോഹണത്തിനും കർത്താവിൻ്റെ പുനരാഗമനത്തിനും ഇടയ്ക്ക് ഒരു കാലഘട്ടം ഉണ്ട്. നാം ഇന്ന് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ആണ്. ഈ കാലം കൃപയുടെ കാലമാണ്. നമ്മുടെ ജീവിതത്തെ ഒരുക്കി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നാളുകൾ. ഈ സമയത്ത് ലോകത്ത് എന്ത് സംഭവിച്ചാലും, ആപത്ത് അനർത്ഥങ്ങൾ ഉണ്ടായാലും ദൈവമക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പുനരാഗമനം എപ്പോൾ സംഭവിക്കും എന്ന് പിതാവല്ലാതെ പുത്രനും കൂടി അറിയില്ല. മത്തായി 24:36 മുതൽ 37 വരെ. കർത്താവിൻ്റെ വരവ് ആകസ്മികം ആയിരിക്കും. വരവിൻ്റെ ആകസ്മികതയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. മത്തായി 24:27. കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ മാത്രം 320-ലധികം സൂചനകൾ ഉണ്ട്. എങ്കിലും പുനരാഗമനത്തിൻ്റെ സമയത്തെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസി എപ്പോഴും ഒരുക്കം ഉള്ളവനായിരിക്കണം. പുനരാഗമനവുമായി ബന്ധപ്പെട്ട് 2 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, കർത്താവിൻ്റെ വരവ് നിശ്ചയമായും ഉണ്ടാകും. കർത്താവ് തൻ്റെ അന്ത്യത്താഴം ശിഷ്യന്മാരുമായി പങ്കിടുമ്പോൾ അവരോട് പറഞ്ഞു, ഞാനിനി കുറഞ്ഞത് മാത്രം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. യോഹന്നാൻ 13:33. ഇതുകൊണ്ട് പത്രോസ് കർത്താവിനോട് ചോദിച്ചു, നീ എവിടെ പോകുന്നു? യോഹന്നാൻ 13:36. ഇതിൻ്റെ മറുപടിയാണ് യോഹന്നാൻ 14:1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. പുനരുത്ഥാനം ചെയ്ത കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൂതൻ പറഞ്ഞത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രവൃത്തി 1:11. ഈ വാക്ക് വിശ്വസിച്ച ശിഷ്യന്മാർ അവരുടെ എല്ലാ പ്രസംഗത്തിലും നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറയുമായിരുന്നു. 1 Corinthians 16:22 പൗലോസ് ഇത് വ്യക്തമാക്കുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. യോഹന്നാൻ നൽകിയ ദർശനത്തിൽ ഞാൻ വേഗം വരുന്നു എന്ന കർത്താവ് അരുളി ചെയ്തത്. വെളിപ്പാട് 22:20. നമുക്കും പ്രാർത്ഥിക്കാം, ആമേൻ. കർത്താവായ യേശുവേ വരണമേ. 2, കർത്താവിൻ്റെ വരവ് എത്രയും ആവശ്യമാണ്. റോമർ 8:22-23 വാക്യങ്ങളിൽ 2 വിധത്തിലുള്ള ഞരക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ഒന്നാമത്തേത് സർവസൃഷ്ടിയുടെയും ഞരക്കമാണ്. സൃഷ്ടി ഞരങ്ങുന്നതിന് കാരണം ഈ ലോകത്തിൻ്റെ പാപമാണ്. സാത്താൻ തൻ്റെ പ്രവർത്തനത്താൽ ലോകത്തെ ഞെരുക്കുന്നു. തന്മൂലം ലോകം അധർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് സാത്താൻ്റെ വാഴ്ചയ്ക്കായിട്ടല്ല, സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും ലോകത്തെ വീണ്ടെടുക്കുന്നതിനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനായി അവൻ സ്വന്തത്തിലേക്ക് വന്നു, എങ്കിലും സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:14. സ്വന്തക്കാരായ യഹൂദന്മാർ അവനെ ക്രൂശിൽ തറച്ചു. തുടർന്ന് ഈ ലോകം സാത്താൻ്റെ പൂർണ്ണ ആധിപത്യത്തിലായി. സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും ഉള്ള വിടുതലിന് വേണ്ടി സർവ്വസൃഷ്ടിയും ഞരങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നു. രണ്ടാമത്തെ ഞരക്കം ദൈവമക്കളുടേതാണ്. അവർ ഞരങ്ങുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയാണ്. അതായത് ഈ മർത്യശരീരം അമർത്യമായ ശരീരത്തെയും ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തെയും ധരിച്ച് 1 Corinthians 15:53 വാക്യം കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമാകുവാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. റോമർ 8:29. സർവസൃഷ്ടികളുടെയും ദൈവമക്കളുടെയും ഞരക്കമില്ലാതാക്കി ഈ ലോകത്തെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്നതിനും നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്നതിനും കർത്താവിൻ്റെ പുനരാഗമനം എത്രയും ആവശ്യമാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. 2 Petrus 3:9. മനവാളൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂക്കുന്ന നേരത്തോ രാവിലെയോ വരാം. മർക്കോസ് 13:35. അതുകൊണ്ട് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നമുക്കും ഒരുങ്ങിയിരിക്കാം. മത്തായി 24:44. കർത്താവേ, പുനരാഗമന നാളിനായി വിശുദ്ധിയോടെയും ഒരുക്കമുള്ളവരായും കാത്തിരിപ്പാൻ വിശ്വാസം എനിക്ക് തരണമേ. ആമേൻ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തയാക്കി തീർക്കണേ. തേജസ്സിൻ വാടാമൂടി ചൂടുവാൻ എന്നെ യോഗ്യയാക്കി തീർക്കണേ. എന്റെ കളങ്കമെല്ലാം മാറിടാം. നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ. എന്റെ കളങ്കമെല്ലാം മാറിടാം. നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ. എന്നിൽ നീ നിറയണേ. യേശുനാഥാ, അങ്ങേ വരവിൽ